ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗിൽ റൂട്ടീനോട് കൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും പൊട്ടറ്റോ കറിയുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്, തയ്യാറാക്കിയത്. അപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പൊട്ടറ്റോ കറിയും ഇന്നത്തെ മോർണിംഗിലെ വിഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇന്ന് നമ്മൾക്ക് ഗിവ് അവേ വിന്നർമാർക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി ക്രീം, വിറ്റാമിൻ സി അടങ്ങിയ ഒരു ക്രീമിൻ്റെ പരസ്യം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു അവിയലിൻ്റെ റെസിപ്പിയുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്താനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് തയ്യൽ ഷോപ്പിലേക്ക് പോവാട്ടോ. വിചാരിച്ചത് ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റുകളൊക്കെ തയ്യാറാക്കി വെച്ചു. അവരോട് ടൈം പറഞ്ഞിട്ടുണ്ട്, ഇത്ര ടൈമിൽ എത്താൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ പോയി ഗിവ് അവേ വിന്നർക്ക് ഗിഫ്റ്റുകൾ കൈമാറുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയ ഗിവ് അവേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. എൻ്റെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ഗിഫ്റ്റുകളായിരിക്കും ഞാൻ ഇനി അങ്ങോട്ടുള്ള ഗിവ് അവേകൾക്ക് കൊടുക്കുന്നത്. ഈ ഗിഫ്റ്റ് അവരുടെ ചോയ്സിനുള്ള ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. അവരോട് ഞാൻ ചോദിച്ചു, അവരെ വിജയികളായപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ഗിഫ്റ്റ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ചോയ്സിന് അനുസരിച്ചാണ് ആദ്യത്തെ ഗിവ് അവേയുടെ ഗിഫ്റ്റുകൾ തയ്യാറാക്കിയത്. ഇനി അങ്ങനെ ആയിരിക്കില്ല, ഇനി എൻ്റെ ചോയ്സിലുള്ള ഗിഫ്റ്റുകളായിരിക്കും വിന്നർമാർക്ക് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോകാട്ടോ. അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ഇറങ്ങിയാണ്. തയ്യൽ ഷോപ്പിലെത്തി. അപ്പോൾ അസാം ഫാമിലിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അസാം ഫാമിലി എത്തിയിട്ടില്ല, അവരെ വെയിറ്റ് ചെയ്യുവാണ്. അവർ വന്നിട്ട് വേണം രണ്ടുപേർക്കും ഉള്ള ഗിഫ്റ്റുകൾ നമ്മൾക്ക് കൈമാറാൻ. അപ്പോൾ അതിനുശേഷം വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽസ് എടുക്കാൻ വേറെ കസ്റ്റമറുകൾ വരുന്നുണ്ട്. ഇവിടെ സ്റ്റിച്ചിങ് സെൻറ്റർ മാത്രമല്ല, നമുക്ക് നൈറ്റി മെറ്റീരിയൽസ്, അങ്ങനെ ഷോള്, അങ്ങനെ പല ഐറ്റങ്ങളും നമ്മൾക്ക് കിഡ്സിൻ്റെ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ പുതിയ ഗിവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ വന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടുകൾ എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ കൂടുതലായി എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ടച്ച് ചെയ്യണമെന്ന് ഞാൻ വിനയത്തോടെ പറയും. ഗിവ് അവേയിൽ വിന്നറായ 2 പേരുമാണിത്. ഒന്നൊരു ആസാം ഫാമിലി, ഒന്ന് ജാസ്മി ഷക്കീർ. ജാസ്മി ഷക്കീറിന് ആദ്യം എൻ്റെ ഗിഫ്റ്റ് ഞാൻ കൈമാറുക. ഞാൻ അടുത്തത് ആരിഫ് കാണിച്ചോ കൈ. എന്നാ ആരിഫിന് കൈയടിക്ക്, ആരിഫേ കൈയടിച്ചിട്ട് പിള്ളേരെ. അപ്പം ഇന്നത്തെ റൗമത്തിനെ പിടിക്കട്ടെ. ഇതാണ് ഞാൻ ഗിഫ്റ്റ് കഴിഞ്ഞു. പോലേട്ടോ ആരിഫ് പോലെ. ഗിഫ്റ്റുകളൊക്കെ കൈമാറിയതിന് ശേഷം കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറിപ്പോയത് കേട്ടോ. അവരും ഇവിടെ ഉണ്ടായിരുന്നു. അവർ പിന്നെ ഒരാൾക്ക് തിരക്ക് കാരണം പെട്ടെന്ന് പോയി. മറ്റേ ആൾ അസാം ഫാമിലിയിൽ പെട്ട കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവിടെ വന്ന കസ്റ്റമറിനോടൊക്കെ ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ചും അതുപോലെ തന്നെ ചാനലിൽ പുതിയ ഗിവ് അവേ ഇട്ടിരിക്കുന്നുണ്ട്, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇവിടെ നടന്ന സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇനി വീട്ടിലേക്ക് പോയി വീട്ടിൽ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം. മണിയൻ്റെ അടുത്തുനിന്ന് കുറേ ടൈമായി ഇറങ്ങി വന്നിട്ട് മണിയനെ പോയി നോക്കട്ടെ എന്തെടുക്കുകയാണ്. മണിയൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. മണിയൻ ആലോചിച്ച് നിൽക്കുവാണ്. മണിയാ എടാ എന്നാ കൈ എന്നാ. മണിയനക്ക് കുറേ നേരമായിട്ട് ഇവിടെ അനക്കങ്ങളും ഒരു സൗണ്ടും ഇല്ലല്ലോ. മറ്റേ ഞാൻ കിച്ചണിൽ പണിയെടുത്താൽ സൗണ്ട് കേൾക്കും, എന്ത് ചെയ്താലും സൗണ്ട് കേൾക്കും. ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യുവാണെങ്കിൽ സൗണ്ട് കേൾക്കും. അങ്ങനെ ഓരോന്നും മണിയന് ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ മണിയൻ ആലോചിച്ച് നിൽക്കുക, ഇതെന്താണ് പറ്റിയേ എന്നോർത്ത് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. മണിയാ ബാ കൈ എന്നാ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു നല്ല ബ്യൂട്ടി ക്രീമിൻ്റെ ഇത് നമുക്ക് ആഡ് ചെയ്യാം. അതെനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാനത് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താം. അത് അയച്ചു തന്ന ആ മേഡത്തിന് ഒരുപാട്
ഇൻസ്റ്റയിൽ നിന്ന് വന്ന ഒരു ക്രീമിനെ പറ്റിയാണ് ഇനി അടുത്തത് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് ഇതിലെഴുതിയേക്കുന്നത് ഫ്രൂ കെയർ മൾട്ടി വൈറ്റമിൻ മസാജിങ് ക്രീം എന്നാണോ കിടക്കണത് കേട്ടോ. അപ്പോൾ ഇത് ഈ എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യണതാണ്, ഞാനതാണ് പരിചയപ്പെടുത്തണത്. ഞാൻ എൻ്റെ ഫേസിൽ അത് ആഡ് ചെയ്ത് കാണിക്കാം. അതാണ് ഞാനിപ്പോൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഈ മെസ്സേജ് എങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഒരു ക്രീമുണ്ട് കേട്ടോ, ഒരു ഓയിലാണ് ഇരിക്കുന്നത്. ആ ഓയിൽ ക്രീം നമുക്കിതിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് തണുത്ത വെള്ളത്തിൽ തുടച്ചതിന് ശേഷം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് യൂസ്ഡ് ആക്കണ്ട, നമുക്ക് ഇത് മാത്രം, ഈ മസാജ് ക്രീം മാത്രം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ്ഡ് ആക്കണ്ട. ഇപ്പം ഞാനിത് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ പേര് ഏത് ഷോപ്പിങ്ങിൽ, മീഷോ മറ്റേ ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതിൽ ഇൻസ്റ്റയിൽ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾ ഈ പേരടിച്ചു കൊടുത്താൽ ഈ ഐറ്റം കിട്ടും കേട്ടോ. അടിപൊളി ബ്യൂട്ടി ക്രീമാണെന്നാണ് അവർ പറയണത്. ഞാൻ യൂസ്ഡ് ആക്കി കഴിഞ്ഞ് ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പറയാം കേട്ടോ. ഞാൻ ഫസ്റ്റ് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞു, എല്ലാം നീറ്റായിട്ട് ക്ലീനായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിന് എന്തെങ്കിലും മാറ്റം തോന്നുന്നെങ്കിൽ നിങ്ങളത് എന്താ പറയുക, ബുക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾക്ക് അവിയലിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു എൻ്റെ കേട്ടോ. ഞാനത് നിങ്ങളെ മസാജ് ചെയ്താണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കും. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. അതെ, അരപ്പ് റെഡിയാക്കി കേട്ടോ. തേങ്ങ, നല്ല ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കൂട്ടം ഇതിലൊതുക്കിയതാട്ടോ ഈ തേങ്ങാരപ്പ് അവിയലിനുള്ളത്. ഇവിടെ ഇപ്പം സാമ്പാർ റെഡിയാവുന്നുണ്ട്. സാമ്പാർ ഇവിടെ ഇക്കാക്കും എനിക്ക് ഒരുപാട് പരിപ്പ് വേകണത് ഇഷ്ടമല്ല, വെന്ത് കലങ്ങണത് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സാമ്പാർ താളിക്കാനേ ഉള്ളൂ. കായപ്പൊടി ചേർത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ. അവിയൽ വെന്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ലേശം ഈ സാമ്പാറിന് ഞാൻ റെഡിയാക്കിയ പുളിവെള്ളം ഒരു ലേശം, തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇന്നിവിടെ തൈരില്ല. അപ്പോൾ ഇനി രാത്രിയായല്ലോ, അപ്പോൾ ഇനി പോകാൻ ഇക്കാക്ക് മടിയായിരിക്കും. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിയൽ വെന്തോന്ന് നോക്കാം കേട്ടോ, റെഡി ആയോന്ന് നോക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ നമുക്ക് ഇളക്കി. ഇന്നത്തെ മുരിങ്ങയ്ക്ക വളരെ മോശപ്പെട്ട മുരിങ്ങക്കായായിരുന്നു അവിയലിന് ചേർത്തത്. അത് മാത്രം അത്ര നല്ലതല്ല അവിയലിന്, മുരിങ്ങയ്ക്ക ശരിയല്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. കഴിഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ല. കറിവേപ്പില. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത അവിയലുകളിൽ ഏറ്റവും എനിക്ക് ബെറ്ററായി തോന്നിയ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലാതെ താളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന്. അപ്പോൾ എന്തായാലും ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ, ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 150 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഇതേപോലെ തന്നെ ഗിവ് അവേ വിന്നറിനെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റുകൾ കൈമാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് അയക്കുന്നവർക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുക, കമൻ്റ് അയയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്